ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തേത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. അതുകൊണ്ട് ഞാനതിന് ഒരുപാട് ലെങ്തി ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഷോർട്ടായിട്ട് കുറച്ച് ഭാഗം മാത്രമാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയേക്കുന്നത്. അപ്പം നമ്മൾക്കറിയാം, ഇപ്പം 2019 എൻഡായി, ഇനി അടുത്ത വർഷം സ്റ്റാർട്ട് ചെയ്യുവാണ്. ഈ ഒരു പുതിയ വർഷം തുടങ്ങുന്ന സമയത്താണ് നമുക്ക് പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും വീട്ടിലും ഒക്കെ കുറേ മാറ്റങ്ങൾ വരുത്തണമെന്ന് നമുക്ക് ആഗ്രഹമുള്ള സമയം. അപ്പോൾ ഈ ഒരു ഡീക്ലട്ടറിങ് മോഡിൽ ഉള്ള ആൾക്കാർ അവർ ഡീക്ലട്ടറിങ് ഒക്കെ ചെയ്തിട്ട് വീട് ഓർഗനൈസ് ചെയ്യുന്ന ഒരു ടൈം ആയിരിക്കുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഐഡിയാസ്, അതായത് ഞാൻ ചെയ്തിട്ട് എനിക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ഐഡിയാസ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ കണ്ടു നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇന്നത്തെ ഈ പാർട്ട് 1 2 ഏരിയാസാണ് കവർ ചെയ്യുന്നത്. അതായത് കിച്ചണിലെ കുറച്ച് പോർഷൻസും അവിടെ എങ്ങനെ ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളതും, പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ റൂമിൽ കുറച്ച് കാര്യങ്ങൾ അവിടെയും ഉള്ള കുറച്ച് ഓർഗനൈസിങ് ഐഡിയാസാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ആദ്യം നമ്മൾ നോക്കുന്നത് നമ്മുടെ കിച്ചണിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഭാഗമായിട്ടുള്ള ഫ്രിഡ്ജിൽ എങ്ങനെ കാരണം കുറേ സ്പേസ് വേണമല്ലോ. അപ്പം ആ സ്പേസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ ഇവിടെ മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പം ഫ്രീസറിൽ ഞാൻ ചെയ്തേക്കുന്നത് ഇത് 2 ഡോർ ഫ്രിഡ്ജാണ്. ഇപ്പോൾ കൂടുതലും എല്ലാവരുടെ കയ്യിലും 2 ഡോർ ആയിരിക്കുമല്ലോ ഉള്ളത്. അപ്പോൾ ഫ്രീസറിൻ്റെ ഡോറിൽ നമുക്കിങ്ങനെ കുറേ സ്പേസ് ഉണ്ടാവും. ഈ സ്പേസിലാണ് ഇതുപോലെയുള്ള ഇന്ത്യൻ മസാലാസ് എല്ലാം തന്നെ വെച്ചേക്കുന്നത്. അപ്പം ഇതൊന്നും തന്നെ നമ്മൾ പൊട്ടിച്ച് വേറെ കവറിലേക്കോ അല്ലെങ്കിൽ വേറെ ബോക്സിലേക്കൊക്കെ ഇട്ടിട്ട് പിന്നെ നമ്മുടെ കബോർഡിൽ വെക്കേണ്ട ആവശ്യം വരുന്നില്ല. മോസ്റ്റ് ഓഫ് ദ ടൈം ഈ ഒരു ഡോറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് വേക്കൻ്റ് ആയിരിക്കും. അപ്പം അവിടെ ഈ ഓപ്പൺ ആക്കിയേക്കുന്ന പാക്കറ്റ്സ് എല്ലാം തന്നെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അപ്പോൾ ഒട്ടും എയർ ഉള്ളിലേക്ക് പോകത്തില്ല. പിന്നെ അതുപോലെ തന്നെ ചീത്തയാവത്തില്ല. ഈ പൊടികൾ എത്ര നാളിരുന്നാലും അങ്ങനെ ചീത്തയാവത്തില്ല, വെളിയിലിരിക്കുന്നില്ല. പിന്നെ അതിൽ കുഞ്ഞു ചിലപ്പോൾ വെളിയിൽ വെച്ചാൽ ചെറിയ എന്തെങ്കിലും പ്രാണികളോ അങ്ങനത്തെയൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള ചാൻസ് ഉണ്ട്. പിന്നീടുള്ള സ്പേസിൽ വെച്ചേക്കുന്നത് എന്തെങ്കിലും ബേക്കിംഗ് ഐറ്റംസ് ഉണ്ടെങ്കിൽ അതവിടെ ഉൾക്കൊള്ളിക്കാനായിട്ട് പറ്റും. പിന്നെ ചീസ് വെക്കാം. ഈ ഒരു ഏരിയയാണ് ഞാൻ എപ്പോഴും ചീസ് വെക്കാറുള്ളത്. അതിന് ഏറ്റവും അറ്റത്തുള്ള കുറച്ച് സ്പേസിൽ ചോക്ലേറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും അവിടെ പോകും. അങ്ങനെ എപ്പോഴും ചോക്ലേറ്റ്സ് ഇരിക്കാറില്ല കേട്ടോ. ഉള്ള സമയത്താണെങ്കിൽ അതവിടെ നമുക്ക് വെക്കാം. പിന്നെ മുകളിലത്തെ ഹോൾഡിംഗ് സ്പേസിൽ ഫസ്റ്റ് വെച്ചേക്കുന്നത് കുറച്ച് സ്ട്രോ വെച്ചിട്ടുണ്ട്. അങ്ങനെ വെച്ചേക്കുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓപ്പൺ ആക്കി വെച്ചാൽ അതിൽ ഈ പൊടി ഇങ്ങനെ അറ്റ്മോസ്ഫിയറിലുള്ള പൊടിയോ അല്ലെങ്കിൽ കുഞ്ഞു ജീവികളൊക്കെ അതിൻ്റെ ഉള്ളിൽ പോകും. ഈ സ്പേസ് യൂസ് ചെയ്തേക്കുന്നത് നമ്മുടെ പോപ്കോൺ കപ്പൊക്കെ ഇല്ലേ, അതും വെളിയിൽ വെക്കാത്ത എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇതൊന്നും നമുക്ക് കഴുകാൻ പറ്റത്തില്ല. ഇത് പേപ്പർ അല്ലേ. അപ്പം പിന്നെ ഉള്ളത് നമ്മളുടെ ഐസ്ക്രീം കോൺസ് കിട്ടുന്ന പാക്കറ്റാണ് വെച്ചേക്കുന്നത്. ഇത് നമ്മൾ എപ്പോഴെങ്കിലും ഐസ്ക്രീം ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ കോണിലെടുത്ത് കൊടുത്താൽ ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റോർ ബോർഡ് ഐറ്റത്തിൻ്റെ ആ ഒരു സെയിം എഫക്റ്റ് ഉണ്ടാവും. വെളിയിൽ വെച്ച് പൊടിയൊക്കെ പിടിച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും അഴുക്കൊക്കെ വന്നാൽ നമുക്ക് കഴുകിയെടുക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഈ സാധനങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ വെക്കുന്നത്. ജ്യൂസിലിട്ടിട്ട് കുടിക്കുമ്പോഴത്തേനും അത് നമ്മുടെ അകത്തേക്കും പോകും. അപ്പോൾ ഇത് ഇതുപോലെ സിപ്ലോക്ക് ബാഗിലാക്കിയിട്ട് ഫ്രീസറിൻ്റെ ഈ ഒരു സ്പേസിൽ വെച്ചാൽ യാതൊരു കാരണവശാലും ഒരു പൊടിയോ ഒന്നും അതിൻ്റെ ഉള്ളിലേക്ക് പോകത്തില്ല കേട്ടോ. പിന്നെ നമ്മൾക്ക് പോകുന്നത് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ താഴത്തെ ഭാഗത്തെ തട്ടുകളിലേക്ക് പോവാം. അവിടെ ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത് ഒരു സിൽവർ കളറിലെ ലൈനിങ് ഇല്ലേ, അതാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇത് നമ്മളുടെ ഡോളർ സ്റ്റോറിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അവൈലബിൾ ആയിട്ട് കിട്ടും. വലിയ എക്സ്പെൻസീവേ അല്ല ഇതിന്. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം അവിടെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് കറികളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ താഴെ വീണ് പോകുവാണെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ മുകളിൽ മുതൽ താഴെ വരെയും ഫുള്ളിരുന്ന് ക്ലീൻ ചെയ്യേണ്ടി വരും. ഇതാകുമ്പം ജസ്റ്റ് ഈ ഒരു ലൈനിങ് മാത്രം എടുത്തിട്ട് മാറ്റിയാൽ മതി. പിന്നെ അത് മാത്രമല്ല, ഇത് തുടയ്ക്കുകയും ചെയ്യാം. ഇത് അത്ര പെട്ടെന്നൊന്നും മാറ്റേണ്ട ആവശ്യം വരുന്നില്ല. എല്ലാ തട്ടിലും ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതുകൊണ്ട് ഈ ഭാഗത്തൊന്നും അങ്ങനെ അധികം അഴുക്കൊന്നും പിടിക്കത്തില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പാത്രങ്ങൾ വെളിയിൽ വെക്കുന്നതല്ലേ, ആ പാത്രങ്ങൾ എടുത്ത് അകത്തേക്ക് വെക്കുമ്പോൾ അതിനകത്ത് കുറച്ച് അഴുക്കൊക്കെ അങ്ങ് പറ്റുകയും ചെയ്യും. പിന്നെ വൈറ്റ് കളറിലല്ലേ ഫ്രിഡ്ജിൻ്റെ തട്ടൊക്കെ, അപ്പോൾ അത് പെട്ടെന്ന് തന്നെ അറിയാനും പറ്റും. ഇതുപോലെ ഓൾറെഡി ചെയ്യുന്നവരുണ്ടാവും കേട്ടോ. ഇതൊരു പുതിയ കാര്യമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എങ്കിലും ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കിട്ടിയ കുറച്ച് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, എനിക്ക് വൺസ് ചെയ്ത് നോക്കാം. എന്തായാലും ഒരു പുതിയ ഇയർ സ്റ്റാർട്ട് ചെയ്യും കൂടെ അല്ലേ, സോ ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആകുമെങ്കിൽ ചെയ്ത് നോക്കാം. ഇത് വളരെ തിന്നുമാണ്, അതുപോലെ സ്ലിപ്പറി അല്ല. നമ്മൾ ഫ്രിഡ്ജിൻ്റെ താഴത്തെ ഭാഗത്തെ ഡോറിൻ്റെ ഹോൾഡിംഗ് സ്പേസിലേക്ക് പോയാൽ അതിൻ്റെ ഫസ്റ്റ് ഹോൾഡിംഗ് സ്പേസിൽ എനിക്ക് തോന്നുന്നു എല്ലാവരും അവിടെ വെക്കുന്നത് ഇങ്ങനെ മുട്ട തന്നെയായിരിക്കും വെക്കുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും അത് തന്നെ അവിടെ വെക്കാറുള്ളത്, കാരണം മിക്കവാറും മുട്ട ഉണ്ടാവുമല്ലോ. അപ്പം അതവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നാരങ്ങയൊക്കെ 2-3 എണ്ണമൊക്കെ ഉള്ളെങ്കിൽ അവിടെ വെച്ച് കൊടുത്താൽ നമുക്ക് ചീത്തയാവുന്നതിന് മുന്നേ തന്നെ എടുക്കാൻ പറ്റും. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം വെജിറ്റബിൾ ട്രേയിലിട്ടാൽ ചിലപ്പോൾ കാണത്തില്ല, അവിടെ കിടന്ന് അത് അഴുകി പോവുകയും ചെയ്യും.
ഇനി താഴത്തെ സ്പേസിലേക്ക് നോക്കാം. അപ്പോൾ തൊട്ട് താഴെയുള്ള സെക്കൻഡ് ഹോൾഡിംഗ് സ്പേസിൽ ഫസ്റ്റ് വെച്ചേക്കുന്നത് നമ്മളുടെ ജെലാറ്റിൻ, പിന്നെ ക്രീം, പിന്നെ എന്തെങ്കിലും കേക്കിനുള്ള ബേക്കിംഗ് സപ്ലൈസ്, പിന്നെ അതുപോലെ അങ്ങനത്തെ ഐറ്റംസൊക്കെ അവിടെ വെച്ചേക്കുന്നത്. പിന്നെ ഇതിനകത്തൊന്നും തന്നെ സ്പില്ലായി പോകുന്നൊന്നുമില്ല. അതുകൊണ്ട് സ്പില്ലായാലുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഏരിയ ക്ലീൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഇത് പച്ചമുളകാണ്. പച്ചമുളക് ഞാൻ ഇങ്ങനെയാണ് കുറേ കാലം കൊണ്ട് സ്റ്റോർ ചെയ്യുന്നത്. ഏറ്റവും നല്ലതാണ്, കുറേ നാൾ ചീത്തയാവാതിരിക്കും. വിനെഗർ, സോയ സോസ്, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, ചോക്ലേറ്റ് പൗഡർ, അതെല്ലാം തന്നെ ഇവിടെ എല്ലാം ഇതിനകത്ത് കൊള്ളും. ഒരുപാട് സാധനങ്ങൾ ഇതിനകത്ത് ഇരിക്കും കേട്ടോ. പിന്നെ ഈ ഫ്രിഡ്ജ് ഒരു 10+ ഇയേഴ്സ് ആയിട്ടുള്ളതാണ് കേട്ടോ. കുഞ്ഞുങ്ങളൊക്കെ ഒരുപാട് കുഞ്ഞായിരുന്ന സമയം മുതലേ ഉള്ളതാണ്. അപ്പോൾ അവർ കളിക്കുമല്ലോ, നടക്കുന്ന പ്രായമാകുമ്പോഴത്തേനും ഇതിനകത്തൊക്കെ ഇങ്ങനെ പിടിച്ച് കയറാനും ഒക്കെ ശ്രമിക്കുമല്ലോ. ആ ഒരു സമയത്തൊക്കെ ഇത് ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ചില ഭാഗത്തൊക്കെ ഇങ്ങനെ കുറച്ച് പോയിരിക്കുന്നത്. ഈ ഒരു സ്പേസ് നമുക്ക് ഒട്ടും സ്ഥലം കളയാതെ തന്നെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് താഴത്തെ തട്ടിലേക്ക് പോകാം. താഴത്തെ തട്ടിലേക്ക് ഏറ്റവും താഴേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയ സ്പേസ് ഉണ്ട്. അപ്പം ഇത് നമ്മളുടെ ഈ സെക്കൻഡ് ട്രേയുടെയും ഏറ്റവും അടിയിലത്തെ ട്രേയുടെയും ഇടയ്ക്കുള്ള സ്പേസാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ഐറ്റംസ് ഉണ്ടല്ലോ, കുഞ്ഞു കുഞ്ഞു കുപ്പികൾ, നമ്മളുടെ എസൻസ്, കളറ്, അങ്ങനത്തെ ഈസ്റ്റ്, അങ്ങനത്തെ എല്ലാം ഇവിടെ അങ്ങ് കൊള്ളിക്കാൻ പറ്റും. ഇത് ലാവൻഡർ ഓയിലാട്ടോ. ലാവൻഡർ ഓയിൽ ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മൾ ഇതുകൊണ്ട് നമുക്ക് നല്ലൊരു ക്രീം ഉണ്ടാക്കാൻ പറ്റും. അത് ഗ്ലോബൽ വില്ലേജിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള അതിൻ്റെ റോ ക്രീം യൂസ് ചെയ്തിട്ട് ഈ ലാവൻഡർ ഓയിലും ഒക്കെ മിക്സ് ചെയ്തിട്ട് നമുക്ക് നല്ലൊരു മോയ്സ്ചറൈസിങ് ക്രീം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഇത് സാഫ്രോൺ ഞാൻ എൻ്റെ ചില റെസിപ്പീസിലൊക്കെ ഞാൻ സാഫ്രോൺ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കണ്ടു നോക്കണം കേട്ടോ. ഇനി ഏറ്റവും അടിയിലത്തെ തട്ടിലേക്ക് പോവാം. ഏറ്റവും താഴെ തട്ടിലെന്ന് പറഞ്ഞാൽ കറി ലീവ്സ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് പാൻകേക്ക് സിറപ്പുണ്ട്, കസ്റ്റേർഡ് പൗഡർ, പിന്നെ റോസ് വാട്ടറും വെച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഇവിടെ നമ്മൾ അധികം വെള്ളം വെക്കാറില്ല. കാരണം വെള്ളം വെച്ചാൽ എല്ലാവരും അറിയാതെ തന്നെ ഒരു ആഗ്രഹം കാരണം എടുത്ത് കുടിക്കുകയും ചെയ്യും. പെട്ടെന്ന് അസുഖവും ത്രോട്ട് ഇൻഫെക്ഷനൊക്കെ വരും. അപ്പോൾ അത് കാരണം നമ്മൾ വെള്ളം വെക്കൽ വളരെ കുറവാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഓവറോൾ അപ്പിയറൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഡ്രോ ഒന്ന് ഓർഗനൈസ് ചെയ്യാം. ഇതിൽ ഇപ്പോൾ നോക്കിയാൽ കാണാം ഇങ്ങനെ കുറേ തവികളും പിന്നെ അതുപോലെയുള്ള ചട്ടുകളും എല്ലാം ഇങ്ങനെ വെറുതെ ഇട്ടേക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റായിട്ടൊന്നും കാണാനും പറ്റത്തില്ല, എല്ലാം എപ്പോഴും മെസ്സിയായിട്ട് കിടക്കുകയും ചെയ്യും. ഇതിന് വേണ്ടിയിട്ട് എൻ്റെ ഉള്ളത് 2 ഓർഗനൈസിങ് ട്രേസ് ഉണ്ട്. ആ ഓർഗനൈസിങ് ട്രേയിൽ ഓരോന്നും ഭംഗിയായിട്ട് ഈ സാധനങ്ങളെല്ലാം എടുത്ത് വെച്ച് കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കുന്നതെന്ന് നോക്കാം. ഇതും ഡോളർ സ്റ്റോറിലോ ഡേ ടു ഡേ സെൻറ്ററിലൊക്കെ അവൈലബിൾ ആട്ടോ. അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ, ഐക്യ, അങ്ങനെ എല്ലായിടത്തും ഉണ്ടാവും. ഒരു 7 dirhams ആ ഒരു റേഞ്ചിലൊക്കെ അവൈലബിൾ ആയിട്ടുണ്ടാവും. ഇനി നമ്മുടെ കബോർഡിനുള്ളിലെ സ്പേസിലേക്ക് പോയാൽ അവിടെയാണല്ലോ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് സ്പേസ് കിട്ടുന്നത്. അവിടെ ഞാനൊരു ഫയൽ ഹോൾഡർ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ചെയ്തേക്കുന്നത് ആ ഫയൽ ഹോൾഡറിനെ ചരിച്ച് വെച്ചിട്ട് അതിലേക്കാണ് നമ്മളുടെ സിപ്പ് ലോക്ക് ബാഗ്, പിന്നെ അതുപോലെ തന്നെ ബേക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ബേക്കിംഗ് പേപ്പറില്ലേ അതൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് അവിടെ ഇരിക്കുകയും ചെയ്യും. നമുക്ക് ഈസി ആയിട്ട് വലിച്ച് വെളിയിലേക്ക് എടുക്കുകയും ചെയ്യാം. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ വലിയൊരു ബോട്ടിലായിരുന്നു. അതിലേക്ക് നമ്മളുടെ കോൺഫ്ലേക്സും അങ്ങനത്തെയൊക്കെ ഇട്ടിട്ട് അതങ്ങ് ചരിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് നേരെ വെക്കാനും മാത്രമുള്ള സ്പേസ് ഇല്ല. അതുകൊണ്ടാണ് ഇതിങ്ങനെ വെച്ചേക്കുന്നത്. പിന്നെ നമ്മുടെ ഗ്യാസ് ഓവൻ്റെ തീപ്പെട്ടിയും അതും മുകളിലേക്ക് വെക്കുന്നുണ്ട്. എന്തുകൊണ്ട് താഴെ വെച്ചാൽ ചിലപ്പോൾ കുട്ടികൾ എടുക്കാനും അവരത് എക്സ്പെരിമെൻറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഇതെല്ലാം വേർട്ടിക്കലായിട്ട് മുകളിലേക്ക് വെക്കാം. ഈ ഒരു കബോർഡിൽ ഒറ്റ തട്ട് മാത്രമേ ഉള്ളൂ, രണ്ടാമതൊരു തട്ടില്ല വെക്കാനായിട്ട്. അതുകൊണ്ടാണ് ഇതിങ്ങനെ വേർട്ടിക്കൽ സ്പേസിൽ വെച്ചിട്ട് അവിടെ സ്പേസ് ഉണ്ടാക്കുന്നത്. ഏറ്റവും നല്ലതുപോലെ എല്ലാ സ്പേസും യൂട്ടിലൈസ് ചെയ്താൽ മാത്രമേ ഉള്ളൂ എല്ലാ സാധനങ്ങളും ഇതിലേക്ക് കൊള്ളിക്കാൻ പറ്റുള്ളൂ. പിന്നെ അവിടെ വെച്ച് കൊടുത്തേക്കുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റാൻഡാണ്. ഇതിൻ്റെ മുകളിൽ ഇതിന് അത്യാവശ്യം നല്ല ബലമൊക്കെ ഉള്ളതാണ്. ഇതിൻ്റെ മുകളിലേക്ക് ഇത് വെക്കുമ്പോഴത്തേനും നമുക്ക് അവിടെ ഒരു അഡീഷണൽ സ്പേസ്, ഒരു ട്രേ മുകളിൽ കിട്ടിയ ഒരു ഫീലാണ് ഉള്ളത്. അതിൻ്റെ അടിയിലേക്ക് മിക്സിയോ അല്ലെങ്കിൽ അങ്ങനെ ചോപ്പറിൻ്റെ ബ്ലേഡും ചോപ്പറിൻ്റെ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ അതിൻ്റെ അടിയിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ ഇപ്പം ഞാൻ വെച്ചേക്കുന്ന സ്നാക്സ് ആണ്. പക്ഷേങ്കിൽ മിക്സിയുടെ ബൗളോ മിക്സിയുടെ ജാറൊക്കെ ഇവിടെ ഇരുന്നോളും, ഒരു കുഴപ്പമില്ലാതെ. കാരണം ഇതിന് അത്യാവശ്യം ബലമുണ്ട്. അപ്പം ആ ഒരു ഒറ്റ സ്പേസ് ആയിട്ടുള്ള കബോർഡിൻ്റെ ഏരിയനെ നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് 2 സാധനങ്ങൾ വെക്കാനായിട്ട് ഈ ഒരു സാധനം വെച്ചിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും.
ഇവിടെ തന്നെയാണ് നമ്മളുടെ എല്ലാ കുക്കറിൻ്റെയും വെയിറ്റ് ഇതിനോട് ചേർത്ത് തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊരു ഫിക്സ്ഡ് ആയിട്ടുള്ള സ്പേസ് ഉണ്ട്. അത് അവിടെ നിന്ന് എന്തായാലും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും പോവാൻ അങ്ങനെ അലോ ചെയ്യാറില്ല. കാരണം ഇത് ഇവിടെ തന്നെ എടുക്കുക, അത് അവിടെ തന്നെ വെക്കുകയാണെങ്കിൽ എപ്പോഴും അവൈലബിൾ ആയിട്ട് കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്തും അല്ലെങ്കിൽ കുക്കറിൻ്റെ മൂടി അടച്ചു കഴിയുമ്പോൾ പിന്നെ തപ്പാനായിട്ട് പോകണം. ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ട് കിട്ടിയിട്ടുള്ള ഓർഗനൈസിങ്ങിന് വേണ്ടിയിട്ട് കിട്ടിയ ഒരു ഐറ്റമാണിത്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനൊരു കൊളുത്തു പോലെയുണ്ട്. ഇത് നമ്മളുടെ കബോർഡിൻ്റെയൊക്കെ ഡോറിൽ ഇങ്ങനെ ഹാങ് ചെയ്തിടാൻ പറ്റും. അതിലേക്ക് ഞാനിപ്പോൾ വെച്ചേക്കുന്നത് നമ്മളുടെ ക്ലീനിങ് സപ്ലൈസ് ഒക്കെയാണ്. അതുപോലെ എന്ത് ഐറ്റം വേണമെങ്കിലും, ഇപ്പം ചിലപ്പോൾ വേണമെങ്കിൽ ബിസ്ക്കറ്റ്സോ അങ്ങനത്തെ സാധനങ്ങളോ ഒക്കെ ഇതിലേക്ക് കുറച്ച് ചെറിയ ചെറിയ പാക്കറ്റ്സ് അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഇവിടെ ഇതിന് ഈ ഒരു സാധനത്തിനും ഇതിന് താഴെ കൊണ്ട് ഇങ്ങനെ കൊളുത്തൊക്കെ ഉണ്ട്. അതിലേക്കും നമുക്കിങ്ങനെ കൊളുത്തി ഇടാനായിട്ട് പറ്റും. ഇതും ഒത്തിരി ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ കുറച്ച് പാർട്ട് ബൈ പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഒപ്പം ഡീക്ലട്ടറിങ് ചെയ്ത് ഓർഗനൈസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു പോർഷൻ ആദ്യം ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. ഇനി നമുക്ക് കുറച്ച് നമ്മളുടെ ഡ്രസ്സസിൻ്റെ പോർഷൻ അല്ലെങ്കിൽ റൂമിലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യാത്ത കുറച്ച് സാധനങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ സ്കാർഫ്സോ ഷോളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഫോൾഡ് ചെയ്തിട്ട് അതിനെ ഇതുപോലെ ഹാങ്ങിങ് സ്പേസ് ഉണ്ടല്ലോ, എപ്പോഴും സംഭവിക്കുന്നത് ഈ കബോർഡ്സിലേക്ക് ഹാങ്ങിങ് സ്പേസിൻ്റെ അടിയിലത്തെ ഭാഗം വേക്കൻ്റ് ആയിട്ട് കിടക്കുമായിരിക്കും. അവിടെ പ്രത്യേകിച്ച് ഒരു കാര്യം ഉണ്ടാവത്തില്ല. ആ സ്പേസ് നമ്മൾ ആരും യൂസ് ചെയ്യാറും ഉണ്ടാവത്തില്ല. അവിടെ ഇപ്പം ഞാൻ വെച്ചേക്കെന്ന് പറഞ്ഞാൽ എൻ്റെ ദുപ്പട്ടയൊക്കെ ആയിരിക്കും. കാരണം അത് അധികം അങ്ങനെ യൂസ് ചെയ്യുന്നില്ല ഇവിടെ. അപ്പോൾ ആ ദുപ്പട്ട എല്ലാം റോൾ ചെയ്തിട്ട് ഒരു ബാസ്ക്കറ്റിലാക്കി ഈ ഹാങ്ങിങ് സ്പേസ് ഡ്രസ്സസ് ഹാങ് ചെയ്തേക്കുന്നതിൻ്റെ അടിയിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും എടുക്കുന്നില്ലോ. അപ്പോൾ അതങ്ങനെ എപ്പോഴും മുന്നിൽ തന്നെ കാണണമെന്നില്ല. ആവശ്യമുള്ള സമയത്ത് മാത്രം ജസ്റ്റ് ഈ ബാസ്ക്കറ്റ് വലിച്ച് അതിനകത്തുനിന്ന് എടുക്കാൻ പറ്റും. ഇവിടെ ഞാൻ യൂസ് ചെയ്തേക്കുന്ന ബാസ്ക്കറ്റും വെളിയിൽ കൂടെ കാണാൻ പറ്റുന്നത്. അപ്പം എന്താ എവിടെ ആയിരിക്കും എന്നുള്ളത് കൃത്യമായിട്ട് കാണാൻ പറ്റും. അത് റോൾ ചെയ്ത് വെച്ചാൽ മതി. അതാകുമ്പോഴത്തേക്കിനും എടുക്കാനും കണ്ടുപിടിക്കാനും ഒക്കെ എളുപ്പമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ അറിയിക്കാൻ മറക്കല്ലേ. എൻ്റെ കേസിൽ കൂടുതലും എപ്പോഴും യൂസ് ചെയ്യാത്ത ഐറ്റം എന്ന് പറഞ്ഞാൽ ഈ ദുപ്പട്ട. അതുകൊണ്ടാണ് ഞാൻ അത് വെച്ചത്. ഇതല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെയാണ് ഇപ്പം സ്ഥിരം ആവശ്യമുണ്ട് താനും നമ്മൾക്കത് കളയാനും പറ്റത്തില്ല. പക്ഷേങ്കിൽ എപ്പോഴും യൂസ് ചെയ്യാത്ത സാധനങ്ങളാണ് ഇങ്ങനത്തെ ഈ ഒരു സ്പേസിൽ വെക്കാമെന്ന് പറഞ്ഞ കേട്ടോ. ഈ സ്പേസിൽ തന്നെ നമ്മൾ എന്തെങ്കിലും അഡീഷണൽ സ്റ്റേഷനറി സപ്ലൈസ് വാങ്ങിച്ചു വെക്കുകയാണെങ്കിൽ അതും ഇവിടേക്ക് ഇരിക്കും. കാരണം നമ്മളിപ്പം ചില സമയത്ത് സെയിലോ ഓഫറൊക്കെ ഉള്ള സമയത്ത് എന്തെങ്കിലും 2-3 എണ്ണമൊക്കെ ഒരുമിച്ച് ക്രീംസ് ഒക്കെ വാങ്ങുവാണെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണമല്ലേ ഒരു സമയത്ത് യൂസ് ചെയ്യുന്നുള്ളൂ. ബാക്കിയും ഈ ഹാങ്ങിങ് സ്പേസിൻ്റെ അടിയിലുള്ള സ്പേസിൽ അത് അവിടെ ഇരുന്നോളും. ഇനി നമ്മൾക്ക് ജസ്റ്റ് ഡ്രസ്സിംഗ് ടേബിളിൻ്റെ അങ്ങോട്ടേക്ക് പോകാം. അവിടെ എന്ന് പറഞ്ഞാൽ മുൻപ് കുറേ സാധനങ്ങളുണ്ടാവും. നമുക്ക് എപ്പോഴും എടുക്കാൻ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മുകളിലിരിക്കുകയും ചെയ്യും. പക്ഷേ എങ്കിൽ അതെല്ലാം ഇങ്ങനെ എത്ര അടുക്കി വെച്ചാലും നിരന്നിരിക്കുകയും ചെയ്തില്ല. അതിന് എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ നല്ല 2 സ്റ്റാൻഡ് കിട്ടി. ഇത് കിട്ടിയതിന് ശേഷം എല്ലാ സാധനങ്ങളും നമ്മൾ വിചാരിക്കുന്നത് പോലെ തന്നെ ആ ഒരു സൈഡിൽ അടുക്കി ഇരുന്നോളും. ഇതെന്ന് പറയുന്നതും ഇപ്പം ഡൈസോയിലോ അങ്ങനെയുള്ള ഏതെങ്കിലും ഡോളർ സ്റ്റോർ എല്ലായിടത്തും അവൈലബിൾ ആയിരിക്കുമല്ലോ. അങ്ങനെ എവിടെയെങ്കിലും അവൈലബിൾ ആയിട്ടുണ്ടാവും കേട്ടോ. നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ക്രീം അല്ലെങ്കിൽ സ്പെക്ട്സ് അതെല്ലാം തന്നെ ഈ സൈഡിലെ സ്റ്റാൻഡിൽ വെക്കാം. പിന്നെ കോസ്മെറ്റിക്സ് ഒക്കെ വെക്കാനായിട്ടാണ് ഇതുപോലൊരു ഹോൾഡർ കിട്ടിയത്. ഇത് ലൈഫ് സ്റ്റൈൽ അവൈലബിൾ. നല്ല സ്പേസ് സേവിങ് ആണ്. നമ്മൾ ഒരുപാട് കപ്സ് ഇങ്ങനെ വെക്കേണ്ട ആവശ്യം വരുന്നില്ല. ആ ഒരൊറ്റ വലിയ ഹോൾഡറിൽ എല്ലാ സാധനങ്ങളും ഇരുന്നോളും. അപ്പോൾ ഇങ്ങനെ ഓർഗനൈസിങ് ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് ഒരു സ്പേസ് സേവ് ചെയ്യാൻ പറ്റുമ്പോഴത്തേക്കും എന്തെങ്കിലും ചെറിയ ഡെക്കറേറ്റീവ് പീസസും ഈ ഡ്രസ്സിംഗ് ടേബിളിൽ വെക്കാൻ പറ്റും. ഇനി മൂവ് ചെയ്യുന്നത് ഈ ഡ്രസ്സിംഗ് ടേബിളിൻ്റെ അടുത്ത് തന്നെയുള്ള വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള കുറച്ച് ഹോൾഡേഴ്സിലേക്കാണ്. കാണുന്ന 4 കപ്സ് ഇല്ലേ, ഇതൊരു റെയിലിൽ അറ്റാച്ച് ചെയ്തേക്കുവാണ്. ഇത് ഐക്കയിൽ അവൈലബിളാണ്. ഇങ്ങനെ 4 കപ്സ് ഉണ്ട് കേട്ടോ. ഇതിലെല്ലാം ഞാൻ എപ്പോഴും ആവശ്യമുള്ള അത്യാവശ്യമുള്ള സാധനങ്ങളാണ് വെച്ചേക്കുന്നത്. ഇതൊന്നും നമുക്ക് ഡ്രോയ്ക്കകത്തേക്ക് വെക്കാനും പറ്റത്തില്ല. പക്ഷേങ്കിൽ ഡ്രസ്സിംഗ് ടേബിളിൻ്റെ മുകളിൽ വെക്കുമ്പോഴത്തേനും അവിടെ എപ്പോഴും മെസ്സി ആയിട്ട് കിടക്കുകയും ചെയ്യും. ഇപ്പോൾ കോംബ്, പിന്നെ അതുപോലെ അത്യാവശ്യമുള്ള മാർക്കേഴ്സ്, സിസേഴ്സ്, പിന്നെ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് ഇതിൽ സെഗ്രിഗേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഒരു വീടെന്ന് പറയുമ്പോൾ ഇത്രയും ഭാഗം മാത്രമല്ലല്ലോ ഉള്ളത്. ഇനിയും ഒരുപാട് ഏരിയാസ് ഉണ്ട് കവർ ചെയ്യാനായിട്ട്. അതൊക്കെ എപ്പോഴെങ്കിലും വരുന്ന ഏതെങ്കിലുമൊക്കെ എപ്പിസോഡിൽ കവർ ചെയ്യാം.